ഇത് എന്റെ ചപ്പാത്തി അല്ല ടീന. ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോ ടീന ഇട്ടതാ. ടോം, അടവൊന്നും വേണ്ട, കഴിച്ചാ മതി. പിന്നെ ടോം, ടീന, എന്നെ ഒന്ന് സഹായിക്കണം. ജിമ്മി വീട്ടിനകത്തേക്ക് വന്നിരിക്കുന്നു. ടീന, മിണ്ടാതിരി ജൂലി. ജിമ്മി അങ്ങനെ അനാവശ്യമായൊന്നും കേറാറില്ല എന്നറിയില്ലേ? ശരി ശരി, വീട് വൃത്തികേടാതിരിക്കാനാ ഞാൻ പറഞ്ഞേ. എന്തു പറ്റി ജിമ്മി? നീ ആകെ വല്ലാതിരിക്കുന്നു. എനിക്കൊരു ഹെൽപ്പ് വേണം. ഒന്ന് എന്നോടൊപ്പം വരാമോ? വരാം ജിമ്മി. ഡാഡി വന്നില്ലല്ലോ. ഡാഡിയോട് പറയാതെ പോയാൽ എങ്ങനെ ശരിയാകും ടീന? അത് ശരിയാ. ഒരു കാര്യം ചെയ്യ്, ടോം ജിമ്മിയോടൊപ്പം ചെല്ല്. ഞാൻ ഡാഡി വന്നതിന് ശേഷം അങ്ങോട്ടെത്തിയേക്കാം. എന്നാൽ ആ സമയം കൊണ്ട് എന്റെ ഹോംവർക്ക് കൂടി ഒന്ന് ചെയ്തേക്കാമോ പ്ലീസ് ടീന? അത് ടോം തിരികെ വന്നിട്ടങ്ങ് ചെയ്താ മതി കേട്ടോ. അവസരം വരും. ടോമേ, ഒന്ന് എളുപ്പം വരാമോ? ദേ, ഞാൻ വരുന്നു. എന്താ ചേച്ചി, ഒരു വിഷമം പോലെ? എന്നെ എന്തിനാ ഇങ്ങനെ ദഹിപ്പിക്കുന്നേ? ചേച്ചി കാര്യം പറ. നീ ചെയ്തു തന്നൊരു സഹായം ഇന്ന് എനിക്കൊരു തലവേദനയായിരിക്കുക. സഹായമോ? ഞാൻ ചേച്ചിക്ക് എന്നാ സഹായം ചെയ്തെന്നാ കാര്യം പറയുന്നേ? നീയല്ലേ മിലിയെ എനിക്ക് കൊണ്ടു തന്നെ? അതെ, ഞാൻ തന്നെയാണല്ലോ. ഇപ്പെന്തു പറ്റി? എന്ത് പറ്റാൻ? അവൾ ഒരുത്തി കാരണം എനിക്ക് സമാധാനമില്ല. ഒന്ന് തെളിച്ച് പറ ചേച്ചി. അവൾ എന്ത് കുഴപ്പമാ ഒപ്പിച്ചത്? കള്ളന്മാരെയൊന്നും പിടിക്കുന്നില്ലേ? എന്റെ പൊന്നാൻഡോ, കള്ളന്മാർ കൂടി വന്നാൽ എന്ത് കാക്കാനാ? അതിലും കൂടുതലാ ഇവിടുത്തെ എലികൾ കട്ട് തിന്നുന്നത്. അതിന് ഈ എലിയും മിലിയും തമ്മിൽ എന്ത് ബന്ധം? ചേച്ചി അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യന് കാര്യം മനസ്സിലാകുന്നത് പോലെ സിമ്പിളായിട്ടൊന്ന് പറ. എന്റെ ആൻഡോ, ഒന്നും അറിയില്ലേ? എന്തറിയില്ലെന്നാ ചേച്ചി? എടാ, അതല്ല, നീ എത്ര പൂച്ചകളെയാ എനിക്ക് കൊണ്ടു തന്നത്? അത് 1 2 ഓ, എണ്ണാനല്ല പറഞ്ഞത്. അതിലേതെങ്കിലും ഒരെണ്ണം വീട്ടിലുണ്ടോ? ഇല്ല. എന്താ കാരണം? ഫുഡും അക്കോമഡേഷനും ശരിയാവാത്തത് കൊണ്ടായിരിക്കും അല്ലേ ചേച്ചി? ഉഫ്, ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു, ഇവന്റെ ഭാര്യ മാത്രം എന്താ ലീവിന് പോലും ഇങ്ങോട്ട് വരാത്തതെന്ന്. ഇപ്പൊ കാര്യം മനസ്സിലായി. ഇത്ര കൃത്യമായിട്ട് ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നല്ലേ ചേച്ചി ആലോചിച്ചത്? എടാ മിലി, അവൾ കാരണമാ ആരും ഇവിടെ നിൽക്കാത്തത്. എലിയെ പിടിക്കാൻ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ ഒരു പൂച്ചയെ പണ്ട് നമ്മുടെ റോക്കി ഒപ്പിച്ചു തന്നതാ. എന്നിട്ട് അതിനെന്തു പറ്റി? പട്ടിയുണ്ടെന്ന് മുൻകൂട്ടി പറഞ്ഞില്ലെന്നും പറഞ്ഞ് എന്നെ എന്തൊക്കെയോ പറഞ്ഞ് ആ പൂച്ചയും പോയി. അല്ല, പട്ടിയുണ്ടേൽ ആ പൂച്ചയ്ക്ക് എന്തായിരുന്നൊരു കുഴപ്പം? അത് നിൽക്കുന്ന വീട്ടിൽ പട്ടിയുണ്ടേൽ പ്രൊഫഷനെ ബാധിക്കുമത്രേ. മാത്രമല്ല, മറ്റു പൂച്ചകൾക്കിടയിൽ ഒരു കുറച്ചിലുമാണെന്ന്. നമുക്ക് റോക്കിയോടൊന്നുകൂടി ആലോചിച്ചാലോ? ഞാനതൊന്ന് ആലോചിച്ചതാ എന്റെ ആൻഡോ. അപ്പോ ആ പൂച്ച വളരെ മോശമായി റോക്കിയോട് സംസാരിച്ചു. ഇനി നമ്മളുമായി യാതൊരുവിധ ഇടപാടിനും ഇല്ല എന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യുക മിലിയെ? മിലി മിലി എവിടെയോ കേട്ടുമറന്ന പേരാണല്ലോ. ഇവിടെ ആർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ നമ്മളെക്കാൾ നന്നായിട്ട് അവൾക്ക് ഇവിടെയെല്ലാം അറിയാം. അതെ, ആ മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെട്ട ആ മിടിക്കയല്ലേ മിലി? അയ്യോ, അവളെ ആർക്കെങ്കിലും കൊടുക്കാനുള്ള പരിപാടിയാ നടക്കുന്നത്. നമ്മുടെ ടോമും ടീനയും ഒരു പട്ടിയെ കൂടി അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ.
ജിമ്മിയെ സഹായിക്കാൻ? എങ്കിൽ ടോമിനെയും ടീനയും വേഗം വിവരം അറിയിക്കാം. ഈ മാർക്കസ് എന്ന് പറയുന്നത് ആ പണക്കാരനല്ലേ? പണ്ട് ജോസപ്പൻ ചേട്ടനെ സഹായിച്ച? അതെ, ജൂലി അവിടുത്തെ ആളാ. ചേച്ചി കണ്ടോ? ഒത്തു കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും മോഷ്ടിക്കും അവിടുന്ന്. വലിയ പണക്കാരനല്ലേ, കേസിനൊന്നും പോവില്ലായിരിക്കും. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. എനിക്ക് മിലിയെ ആർക്കെങ്കിലും ഒന്ന് കൊടുത്താൽ മാത്രം മതി. അധികം താമസിക്കണ്ട. നമുക്കെന്നാ ഇറങ്ങാം. ഇപ്പോൾ മാർക്കസ് വീട്ടിൽ കാണുമെന്നാ ജൂലി പറഞ്ഞത്. ഇനി പറ, എന്താ പ്രശ്നം? ടോമിനറിയാലോ എനിക്ക് സഹോദരങ്ങളില്ലെന്ന്. എന്നാൽ എനിക്കിപ്പോൾ വിഷമമില്ല. കക്ഷിയെ ഈയിടെയാ ഞാൻ പരിചയപ്പെട്ടത്. അവൾ കുറച്ച് ദൂരത്ത് നിന്നാ. ഇന്നവൾ അവർക്കൊരു ബാധ്യതയാണ്. മിലിയുള്ളതിനാൽ ഒരു പൂച്ചയും ആ വീട്ടിൽ താമസിക്കാൻ തയ്യാറല്ലത്രേ. എലിയുടെ ശല്യം കൂടിയതിനാൽ ദേഷ്യം മുഴുവനും മിലിയോടാ. അതെ, എനിക്കാണെങ്കിൽ മിലിയുടെ വീടും അറിയില്ല. സംസാരിച്ച കൂട്ടത്തിൽ അത് ചോദിക്കാൻ വിട്ടുപോയി. നന്നായി. ആട്ടെ, നിങ്ങൾ എവിടെ വെച്ചാ പരിചയപ്പെട്ടത്? നമ്മുടെ മാർക്കറ്റിനടുത്ത് വെച്ചാണ്. പേരെന്താ? ഓ, ഇവിടുത്തെ കാര്യമല്ലല്ലേ. ഞാൻ കുറച്ച് വടക്കൂന്നാ. വടക്കെന്ന് വെച്ചാ കുറച്ച് ദൂരെയാ. ഇങ്ങനെ ഓടുന്നതിനിടയ്ക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു ഇയാൾക്ക്? ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെയാ, ഒരുപാട് സംസാരിക്കും. അതിപ്പോ ഓട്ടത്തിനിടയിലാണേ പോലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ 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 ഇയാളുടെ പേര്? ജിമ്മി. ജിമ്മി. എനിക്ക് മതിയായി ജിമ്മി ചായ. അതിന് പിറകിലുണ്ടോ? ആരും ഇതുവരെ ഇത്ര ബഹുമാനത്തോടു കൂടി എന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. ആണല്ലേ? ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. നല്ല മിടുക്കിയ. നിങ്ങൾക്കെല്ലാവർക്കും സഹോദരങ്ങളുണ്ട്. ടോമിനും സോനുവിനും ബെറ്റിക്കും മമ്മിക്കും ഫ്രാനിനും ജൂലിക്കും ഒക്കെ. ജൂലിക്കും സഹോദരങ്ങളുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഉണ്ടു പറ്റി. അടുത്ത ഗ്രാമത്തിലെ എലിവിഷം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. 2 മാസത്തിലൊരിക്കൽ വരും പെങ്ങളെ കാണാൻ. എന്തെല്ലാമാണെന്നോ അവൻ ജോലിക്ക് കൊണ്ടുവരുന്നത്. അതെല്ലാം അവളെ ഇരുത്തി കഴിപ്പിക്കുന്ന ആ കാഴ്ച കണ്ണു നിറഞ്ഞു പോവും. ദേ, ബെറ്റിയുടെ കണ്ണ് നിറയുന്നു. പോട്ടോ കണ്ടോട്ടവും. അപ്പോൾ എന്റെ അവസ്ഥയൊന്ന് ആലോചിക്കൂ. അതെ ജിമ്മി, സഹോദരങ്ങൾ ഒരനുഗ്രഹം തന്നെയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ട ടോം? ആദ്യം അവളുടെ വീട് മനസ്സിലാക്കണം, പിന്നെ വീട്ടുകാരുമായി സംസാരിക്കണം. മാർക്കറ്റിന്റെ പരിസരം എന്നല്ലേ പറഞ്ഞത്? എന്നാലാവുന്നത് ഞാൻ സഹായിക്കാം. എന്തായിട്ടോ? കാര്യങ്ങൾ പരിഹരിച്ചോ? എന്താ ശരിക്കും പ്രശ്നം? അല്ല ടോം, അഥവാ നമ്മൾ അവളെ രക്ഷിച്ചാൽ തന്നെ എവിടെ പാർപ്പിക്കും? അതെ, ജിമ്മിക്ക് ഒരു കൂട്ടും. ജിമ്മി, നീ വിഷമിക്കേണ്ട കേട്ടോ. നമുക്ക് അവളെ രക്ഷിക്കാം. ആദ്യം നമുക്ക് അവളുടെ വീടൊന്ന് കണ്ടുപിടിക്കണം. അതെ അതെ. എന്റെ ദൈവമേ, എന്താ വരുന്നത്? പണ്ട് റോക്കിയുടെ കൂടെ നടന്ന പേരെന്തായിരുന്നു? മറന്നല്ലോ. ജൂലിമോൾ ജി. അതെന്താ ജി? അതോ, ഗോൾഡൻ സിറ്റി. ജൂലിമോൾ ഗോൾഡൻ സിറ്റി. ആഹാ,
നല്ല പേരാണല്ലോ. ഞാൻ ജൂലിയെ കാണാനിരിക്കുവായിരുന്നു. എന്തിനാ ആന്റി? എന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. അതിനെ ഒന്ന് ഒഴിവാക്കി തരണം. അതിനെന്താ ഇത്ര പാട്? ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാ പോരെ? എടാ അല്ല ജൂലി, എടിയാണ്. മിലീന അവളുടെ പേര്. ആഹാ, ലുക്കിലെ ഫോൾട്ട് പ്രവൃത്തിയിലും ഉണ്ടല്ലോ. പട്ടിക്കാരെങ്കിലും പുലിന്ന് പേരിടുമോ എന്റെ ആന്റി? ജൂലി മോൾ എന്താ ആലോചിക്കുന്നേ? ഇത് ഞാൻ ഏറ്റു. ഞങ്ങളൊരു പട്ടിയെ കൂടി അന്വേഷിക്കുകയായിരുന്നു. ഹോ, ആശ്വാസായി. എന്നാൽ അടുത്ത ദിവസം വീട്ടിലേക്കൊന്ന് വന്ന് കാര്യം പറയണേ. ഇവൾ വരുമ്പോൾ ജിമ്മിക്ക് ജോലിയിൽ ശ്രദ്ധ പോവുകയും ക്രമേണ പുറത്താകുകയും ചെയ്യും. പിന്നെ ഞാൻ തന്നെ താരം. ഒന്നുമില്ലെങ്കിലും ടോമിനും ടീനയ്ക്കും പുലിയുള്ള തറവാട്ടിലെ കുട്ടികളെന്ന് പറയുകയും ചെയ്യാമല്ലോ. അതിനെന്താ, അവൾക്ക് ഇവിടെ താമസിക്കാമല്ലോ. ജിമ്മിക്കൊരു കൂട്ടുമായി. അതെ, ചെടി നനയ്ക്കാനും മറ്റും ഒരു സഹായവുമായി. കണ്ടെത്തിയാൽ അവളുടെ വീട് ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ പോയി അവരുമായി സംസാരിക്കാം. മാർക്കറ്റിനടുത്തോ മറ്റോ ആണെന്നാ ജിമ്മി പറഞ്ഞത്. മാർക്കറ്റിൽ പോകുമ്പോ എന്നെ വിളിക്കണേ. ആഹാ, ജിമ്മി ഇവിടെ ഉണ്ടായിരുന്നോ? കേട്ടോ ജിമ്മി, മാർക്കറ്റിൽ പോകുമ്പോൾ നീയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് അവരുടെ വീട്ടുകാരുമായി സംസാരിക്കാം. എന്താ? ശരി. ആഹാ, കാര്യങ്ങൾ എന്റെ വഴിക്ക് ഞാൻ പോലും അറിയാതെ തന്നെ വരുന്നല്ലോ. എന്തായാലും പെട്ടെന്ന് തന്നെ ആന്റിയെ പോയി കാണണം. ഞാനൊരു വിധത്തിലാ പറഞ്ഞൊപ്പിച്ചത്. എന്നെ കാണേണ്ട രീതിയിലൊന്ന് കണ്ടേക്കണം കേട്ടോ. അത് പിന്നെ പറയണോ? ഒരാഴ്ച മാർക്കറ്റിൽ നിന്ന് മീൻ മേടിക്കാനുള്ള പൈസ ഞാൻ തരും. ശരി, എന്നാ നാളെ തന്നെ അവളെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിക്കോളൂ. അവർക്ക് അതൊരു സർപ്രൈസ് ആവും. ഞാൻ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യാം. എടാ ആൻഡ്രുവേ, നിനക്കാ പിള്ളേരറിയാവാ? നിനക്കിത് എന്തിന്റെ കേടാണ് ഷിബുവേ? അതുങ്ങും കൂടി അങ്ങ് ജീവിച്ചു പോട്ടുണ്ടപ്പാ. ഷിബുവിന്റെ വെള്ളക്കച്ചവടം നടക്കാത്തന്റെ ചുരുക്കാണ് കേട്ടാ. ഇവിടെ എത്ര പുണ്യാളത്തികളും പുണ്യാളന്മാരുണ്ടെന്നുള്ളവരൊന്നും അറിഞ്ഞില്ല കേട്ടാ. നിങ്ങളുടെ പണി നോക്കപ്പാ. അല്ല പിന്നെ ഞങ്ങളുടെ പണി തന്നെയാണ് നോക്കണത് കേട്ടാ. ആ പഠിക്കണ ചാളേ, പഠിക്കണ ചാളേ. ചേടത്തിരുന്ന് പെടക്കലേ ഉണ്ടാവുള്ളു. ഇന്ന് ചന്ത ദിവസമായിട്ട് എന്താ കാര്യം? ആളൊരെണ്ണം പോലും കേറാത്ത കണ്ട. എന്താ കാര്യം? നീ തന്നെ പറ. ഇതുങ്ങ ഈ പറ്റകളെ കൊണ്ടുള്ള അലവസരം കുറച്ചൊന്നുമല്ല. എന്തോന്ന് ചോദ്യാടാ ഷിബുവേ? കഴിഞ്ഞ ഒരാഴ്ച അതുങ്ങ പമ്പ് ചെയ്ത് തന്ന ഒന്നാന്തരം വെള്ളല്ലേ നമ്മ കുടിച്ചേ. ഇത് പുലിയുടെ യജമാനത്തി. പുലിയല്ല ജൂലി, മിലി. അങ്ങനെയായിരുന്നോ? ആ ശരി, പുലി അല്ല മിലി. ഇത് മിലിയുടെ യജമാനത്തിയുടെ സഹോദരൻ, ആന്റെ ചേട്ടൻ. എന്നാൽ അവരെന്തെങ്കിലും സംസാരിക്കട്ടെ, നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. എന്താ ജോലി, ഇത് വല്ല കല്യാണാലോചന വല്ലോ ആണോ? ഞാൻ ദേ വരുന്നു. എങ്കിൽ ഞങ്ങൾ ചെല്ലട്ടെ. അവളെ പൊന്നുപോലെ നോക്കണേ. എന്നാൽ ശരി. എത്ര നേരമായി നോക്കുന്നു, കാണുന്നില്ലല്ലോ. നമുക്കിനി നാളെ വന്നാലോ ജിമ്മി? അവർ ഒരു പക്ഷേ അവളെ കളഞ്ഞു കാണും. അങ്ങനെയൊന്നും ഉണ്ടാകില്ല, നീ സമാധാനിക്ക്. മിലിയെ ദൈവം നോക്കിക്കോളും. എന്നാ നമുക്ക് പോകാം ടോം. ഒരു ബാഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. നമ്മുടെ മൊബൈൽ കാണാതായി. നമ്പർ ട്രേസ് ചെയ്തപ്പോ
നമ്മുടെ മാർക്കറ്റിനടുത്തുനിന്നാണ് സിഗ്നൽ കിട്ടിയത്രേ. ജോബൻ സാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. എടാ ജോസേ, ആ പട്ടിയം കളഞ്ഞ് അവിടുത്തെ ഒരു ഫോണും ഞാൻ പൊക്കി. എവിടുത്തെ? നമ്മുടെ മാർക്കസിന്റെ വീട്ടിലേ. എടാ ദുഷ്ട, ആ നല്ല മനുഷ്യനെ പറ്റിക്കാൻ നിനക്കങ്ങനെ തോന്നിയടാ? ദേ, ഇവിടെ കയറി നിന്നോ, എളുപ്പം. എടോ, ഇവിടെ ഒരുത്തൻ മോഷ്ടിച്ച മൊബൈൽ ഫോണുമായി കറങ്ങി നടക്കുന്നുണ്ട്. സംശയാസ്പദമായി താൻ ആരെങ്കിലും കണ്ടായിരുന്നോ? സാറേ, നമ്മുടെ മാർക്കസിന്റെ വീട്ടിലല്ലേ ആളിതേ ഇതിന്റെ പുറയിലുണ്ട്. ഓഹോ, ആ ടവറിന് പരിസരത്ത് ആ പൊങ്ങച്ചക്കാരിയുടെ വീട് മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴും ഉറപ്പിക്കാം. എന്റെ പൊന്നു സാറേ, ഞങ്ങളോട് ക്ഷമിക്കണേ. എന്റെ സൊസൈറ്റിയിലെ സ്റ്റാറ്റസ് കളയല്ലേ. അപ്പോ എന്റെ പണി എളുപ്പമായി. നിന്റെ പുന്നാരാങ്ങളെ എന്തി പറയാൻ? ഞാനിവിടെ ഉണ്ട് സാറേ. ചേച്ചി പറഞ്ഞിട്ടാ ഞാൻ. അറിയാതെ പറ്റിപ്പോയതാ, രക്ഷിക്കണം സാറേ. രക്ഷിക്കാനോ? ഇവിടെ ജീവിക്കുമ്പോ ഇവിടുത്തെ നിയമങ്ങൾ അറിയണം. അല്ലാതെ ചുമ്മാ കൊച്ചമ്മ കളിച്ചാ ഇതാവും അനുഭവം. 2 എണ്ണം വേഗമൊന്ന് വണ്ടിയെ കയറ്. ജൂലി, ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ജിമ്മിക്കിട്ടൊരു പണി കൊടുക്കാൻ നോക്കിയതാ. ഇപ്പോ ദേ അവരെല്ലാം കൂട്ടുകൂടി നടക്കുന്നു, ഞാൻ പുറത്തും. ചട്ടനും കുട്ടനും കാട്ടിൽ പോയി. കാട്ടിൽ അവരൊരു കോട്ട കണ്ടു. കോട്ടക്കകത്ത് കടക്കും നേരം കോട്ടക്കകത്തൊരു കൊട്ടാരം. ആഹാ, കൊട്ടാരം 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 തന്നിൽ കടന്ന നേരം കട്ടിയായുള്ളൊരു പൂട്ടു കണ്ടു. പൂട്ടു തുറന്നവർ നോക്കും നേരം പട്ടു വിരിച്ചൊരു ശാല കണ്ടു. ശാലയിലേക്ക് കടക്കും നേരം ശോഭയേറുന്നൊരു ദീപം കണ്ടു. ദീപത്തിനരികെ ചെന്ന നേരം ദീപ്തിയെഴുന്നൊരു കഥകു കണ്ടു. ആഹാ, കഥകു കണ്ടു. കഥകു തുറന്നവർ നോക്കും നേരം സ്വർണം കൊണ്ടുള്ളൊരു പെട്ടി കണ്ടു. പെട്ടി തുറന്നവർ നോക്കും നേരം പെട്ടിക്കകത്തൊരു ഭൂതത്താൻ. അയ്യോ, ഭൂതത്താൻ ഭൂതത്താൻ. കണ്ടോ ടോം, ഇപ്പൊ ടോമിനുള്ളതുപോലെ എനിക്കും ഒരു സഹോദരിയുണ്ട്. ഞാനിപ്പോൾ ശരിക്കും സന്തോഷത്തിന്റെ സ്വർഗത്തില. നല്ല മനസ്സുള്ളവർക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റൂ, അല്ലേ ജിമ്മിച്ചായ? മിലി ഇപ്പോ സ്വർഗത്തിൽ തന്നെയാ. ദൈവത്തിന്റെ അനുഗ്രഹമാണ് സ്നേഹം. അത് ചുറ്റുമുള്ള ലോകം ഒരു തരത്തിൽ ഒരു കൊച്ചു സ്വർഗം തന്നെയാ.